യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമോത്സുകതയും ശാസ്ത്രീയമായി ഇല്ലാതാക്കാനുള്ള സമഗ്ര പദ്ധതിക്ക് രൂപം കൊടുത്ത സർക്കാർ സ്കൂളിലും കോളേജിലും നാട്ടിലും വീട്ടിലും ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കി യുവതലമുറയ്ക്ക് കാവലാകാനുള്ള പദ്ധതിക്ക് ഏപ്രിൽ പകുതിയോടെ തുടക്കമാകും. യുവജനങ്ങൾക്കിടയിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗം, അക്രമവാസന എന്നിവ ചർച്ച ചെയ്യാൻ ബാല്യത്തിനും യുവത്വത്തിനും ഒപ്പം സർക്കാർ എന്ന പേരിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിന്റെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചായിരുന്നു കർമ്മ പദ്ധതി. മനഃശാസ്ത്രജ്ഞർ, കലാപ്രവർത്തകർ, വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രതിനിധികൾ, അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ, രക്ഷിതാക്കൾ തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ ലഹരി ഉപയോഗവും അതിന്റെ ബിസിനസ്സും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള മേഖലയാണ് ടൂറിസം എന്നും ബേബി മാത്യു സോമതീരം പറഞ്ഞു. ടൂറിസവുമായി ബന്ധപ്പെട്ട ഡെസ്റ്റിനേഷൻസിൽ ടൂറിസം പോലീസിന്റെ ആക്ടിവിറ്റി കുറച്ചുകൂടി ശക്തമാക്കണം. 2, ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കിട്ടുകയും സൂചനകൾ കിട്ടുകയും ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിയമപരമായ നടപടികൾ എടുക്കണം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ജൂണോടെ നാടൊന്നിച്ച് ലഹരിക്കെതിരെ രംഗത്തിറങ്ങുമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.